നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഗോൾ വർഷം നടന്ന കളിയാണ്. 8 ഗോളുകളാണ് പിറന്നത്. ഒടുവിൽ പക്ഷേ 3-5 റയൽ ബെറ്റീസിനെ പരാജയപ്പെടുത്തി FC ബാഴ്സലോണ. ഫെറാൻ ടോറസിൻ്റെ വക ഹാട്രിക്ക്. കളിയിൽ ബാഴ്സലോണ ലീഡെടുത്തതിന് ശേഷം അവസാനം റയൽ ബെറ്റീസ് ഗോളുകൾ മടക്കിയടിക്കുന്ന കാഴ്ച. അപ്പോൾ അതിനെക്കുറിച്ച് ഹൻസി ഫ്ലിക്ക് കളി കഴിഞ്ഞിട്ട് പറയുകയാണ്, കളി ഞങ്ങൾ ഏറ്റവും മികച്ച രൂപത്തിലാണ് കളിച്ചത്. അവസാന മിനിറ്റുകളിലെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ നെഗറ്റീവ് കാണുകയാണെങ്കിൽ ഞങ്ങൾ കണ്ടോളൂ. പക്ഷെ താരങ്ങൾ തളർന്നു കഴിഞ്ഞിരുന്നു, കാരണം അത്രയധികം മത്സരങ്ങൾ ഞങ്ങൾ കളിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഈ ഡിഫൻസ് ഒരു ചോദ്യചിഹ്നമാണ് എന്നുള്ളത് സമ്മതിക്കാതെ വയ്യ. എങ്കിലും ബാഴ്സലോണ ഇതാ മികച്ച വിജയം തന്നെ നേടിയിരിക്കുന്നു. 3-5 റയൽ ബെറ്റീസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മത്സരത്തിൽ ബെറ്റീസിനായിട്ട് ആൻ്റണി ഗോൾ അടിച്ചു. ആൻ്റണി യുണൈറ്റഡിൽ നിന്ന് ബെറ്റീസിലേക്ക് എത്തിയതിനു ശേഷം മികവ് തുടരുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം ഗോൾ അടിച്ചു. പിന്നെ ഡിയേഗോ ലോറൻ്റെ അതുപോലെ തന്നെ ഹെർണാണ്ടസ് എന്നിവരാണ് ഗോളുകൾ നേടിയത്. മറുഭാഗത്ത് ടോറസിൻ്റെ ഹാട്രിക്ക്, റൂണിയുടെ വക ഒരു ഗോള്, ലാമിനെ യമാലിൻ്റെ വക പെനാൽറ്റി ഗോൾ. ഇതാണ് സ്കോറേഴ്സിൻ്റെ കാര്യം. ഇനി ബെറ്റീസിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ടോറസും റാഷ്ഫോർഡും റൂണിയും ലാമിൻ യമാലുമൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയിൽ ആദ്യം ഗോൾ അടിച്ചത് ആൻ്റണിയിലൂടെ റയൽ ബെറ്റീസ് ആയിരുന്നു. എന്നാൽ പിന്നാലെ ടോറസിൻ്റെ ആദ്യ ഗോൾ വരുന്നു 11-ാമത്തെ മിനിറ്റിൽ. ഫെറാൻ ടോറസ് 13-ാമത്തെ മിനിറ്റിൽ അത് ബ്രേസാക്കി മാറ്റുന്നു. പിന്നെ റൂണി ബർദഗിയുടെ വക 31-ാമത്തെ മിനിറ്റിൽ ഗോൾ വന്നതോടെ 3-1 മികച്ച ലീഡിലേക്ക് FC ബാഴ്സലോണ പോയി കഴിഞ്ഞിരുന്നു. 40-ാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസിൻ്റെ ഹാട്രിക്ക് പൂർത്തിയാവുകയും ചെയ്തു. അതായത് 30 മിനിറ്റിനുള്ളിൽ 11-ാമത്തെ മിനിറ്റിൽ ആദ്യ ഗോൾ, 30 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഹാട്രിക്ക് വന്നിരുന്നു. ഇടവേള സമയത്ത് 4-1 ബാഴ്സ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 59-ാമത്തെ മിനിറ്റിൽ ലാമിനെ യമാൽ പെനാൽറ്റിയിലൂടെ ഗോളടിക്കുക കൂടി ചെയ്തതോടെ 5-1. അതിനുശേഷമാണ് കളി 80 മിനിറ്റ് പിന്നിട്ട ശേഷമാണ് ഫ്ലിക്ക് പറഞ്ഞ പോലെ ക്ഷീണം ബാധിച്ചതാവണം ബാഴ്സക്ക് ഗോളുകൾ വഴങ്ങുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. 85-ാമത്തെ മിനിറ്റിൽ ഡിയേഗോ ലൊറൻ്റെയിലൂടെ അടുത്ത ഗോൾ നേടുന്നു റിയൽ ബെറ്റീസ്. ഒടുവിൽ ഹെർണാണ്ടസ് പെനാൽറ്റിയിലൂടെ അടുത്ത ഗോൾ കൂടി നേടിയപ്പോൾ 3-5 എന്ന രൂപത്തിലാണ് കളി അവസാനിച്ചത്. കളി കഴിയുന്ന ഘട്ടത്തിൽ ജോൻ ഗാർഷ്യ ലിംബ് ചെയ്യുന്നുണ്ടായിരുന്നു. ബാഴ്സ ആരാധകർക്ക് അതൊരു ആശങ്കയാണ്. പക്ഷേ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അദ്ദേഹം ടയേർഡായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്, എന്നല്ലാതെ മറ്റ് ഇഷ്യൂസ് ഇല്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ ബാഴ്സലോണ ലലീഗയിൽ 1-ാം സ്ഥാനത്ത് വിരാജിക്കുകയാണ്. 16 കളികളിൽ നിന്ന് 40 പോയിൻറ്റോടെ അവർ മുന്നോട്ട്. റയൽ 15 കളി 36 പോയിൻ്റാണുള്ളത്. ഇന്ന് റയലിന് മത്സരമുണ്ട്. കളി വിജയിച്ചാൽ ബാഴ്സയുമായിട്ടുള്ള പോയിന്റ് ഡിഫറൻസ് 1 ആക്കി തന്നെ ചുരുക്കാൻ റയലിന് കഴിഞ്ഞേക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.